സമ്പദ് വ്യവസ്ഥ. സർ, നമുക്കറിയാം 77% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്. ബാക്കി 100 രൂപ കിട്ടിയാൽ 23 രൂപയാണ് ബാക്കി പാലം പണിയാൻ, റോഡ് പണിയാൻ, ബാക്കിയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്താൻ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനോ പുതിയ വികസന പദ്ധതികൾക്കോ പുതിയ ക്ഷേമ പരിപാടികൾക്കോ പണം കൊടുക്കാനില്ല. സർ, ടാക്സ് ചുമത്തിയിട്ടല്ല. അതാണ് ഞങ്ങളുടെ പുതിയ എക്കണോമിക് മോഡലാണ്. ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെച്ചിട്ടല്ല ഖജനാവിൽ പണം നിറയ്ക്കുന്നത്. സർ, ജനങ്ങളുടെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കാതെ ഈ സർക്കാർ ഖജനാവ് നിറയ്ക്കും. എങ്ങനെയാണ്? കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കർശനമായ നടപടികൾ, ഖജനാവിന്റെ ലീക്കേജ് തടയാൻ, കൃത്യമായ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. സർ, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കതിനുള്ള ആത്മവിശ്വാസമുണ്ട്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ആക്ടിവിറ്റികൾ ഉണ്ടാക്കി, മണി സർക്കുലേഷൻ ഉണ്ടാക്കി ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും.